ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ക്രൈം ത്രില്ലർ, ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ, ഒരു തമിഴ് ഡബ്ഡ് മൂവി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. സിനിമയുടെ സ്റ്റോറി നമുക്കാദ്യം തന്നെ സിനിമയുടെ സ്റ്റോറി എന്താണെന്ന് നോക്കാം. സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മുടെ നായിക IPS ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ട്രെയിനിങ്ങിൻ്റെ സമയത്ത് അത്രയും വേണ്ടപ്പെട്ട അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ടാവും. അവൾ സൂയിസൈഡ് ചെയ്യാണ്. അപ്പോൾ ഈ IPS ട്രെയിനിങ്ങിൻ്റെ ഇടയിലായിരിക്കും ഈ ഒരു സൂയിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സൂയിസൈഡ് അല്ല, മർഡറാണ് എന്ന് നായികയ്ക്ക് ഒരു സംശയം തോന്നുന്നു. അത് എന്താ പറയുക, പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നതൊക്കെയാണ്. പക്ഷേ അത് അവരാരും ശ്രദ്ധിക്കില്ല. അത് ആത്മഹത്യ എന്ന് പറഞ്ഞ് ആ കേസ് അവിടെ ക്ലോസ് ചെയ്യാണ്. പിന്നെ 2 വർഷത്തിന് ശേഷം നായിക ACP ആയിട്ട് ജോയിൻ ചെയ്യാണ്. അപ്പോൾ അതിനുശേഷം ഇതേപോലെ തന്നെയുള്ള ഒരു സംഭവം കൂടി നടക്കുകയാണ് ഇവരുടെ ജീവിതത്തിൽ. അപ്പോൾ നായികയ്ക്ക് മനസ്സിലാവുകയാണ് ഇതിന് പിന്നിൽ എന്തോ ഒരു സംഭവമുണ്ട്, തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആരോ ഇതിന് പിന്നിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നതും പിന്നെ അത് ആര് എന്ന് അന്വേഷിച്ച് പോകുന്നതുമാണ്. ഇവരുടെ ജീവിതത്തിലുണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നത്. സിനിമയുടെ പേര് വരുന്നത് രക്ഷണ എന്നാണ്. സിനിമയുടെ പേര് വരുന്നത് രക്ഷണ. ഒരു തെലുങ്ക് മൂവിയാണ്. ഇപ്പോൾ തമിഴ് ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആണ്. യൂട്യൂബിലൊക്കെ സിനിമ അവൈലബിൾ ആണ്. ആഹാ തമിഴിലും അവൈലബിൾ ആണ് ഈ ഒരു സിനിമ എന്നുള്ളത്. അപ്പം സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് പാൽ രജപുട്ടാണ്. ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് പ്രദീപ് താക്കൂറാണ് ഈ സിനിമ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഈ സിനിമ എന്നുള്ളത്. രക്ഷണ എന്നാണ് സിനിമയുടെ പേര്. സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ എന്നുള്ളത് 2 മണിക്കൂറും 12 മിനിറ്റാണ് ടോട്ടൽ ഡ്യൂറേഷൻ ഈ സിനിമയുടെ എന്നുള്ളത്. സിനിമയുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഒന്നുകൂടി നന്നാക്കാമായിരുന്നു തോന്നും. എന്താ പറയുക, ലെങ്ത് കുറച്ച് കൂടുതൽ, 2 മണിക്കൂറും 12 മിനിറ്റ് എന്നുള്ളത് ഏകദേശം ഒരു 1.25 മണിക്കൂറോട് സിനിമ തീർക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടി നന്നാകുമായിരുന്നു. അത് കുറച്ചുകൂടി ഒന്ന് കട്ട് ചെയ്ത് ക്രിസ്പ് ചെയ്തില്ലെങ്കിൽ ഒന്നുകൂടി നന്നാകുമായിരുന്നു തോന്നുന്നു. പിന്നെ നായികയുടെ പെർഫോമൻസിൽ പാൽ രജപുത്തിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇതിൽ ഗ്ലാമർ ആയിട്ടുള്ള സംഭവങ്ങളൊന്നും, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഒരു അഡൽ കണ്ടന്റ് കാര്യങ്ങളൊന്നുമില്ല. പക്ക ഒരു ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ് സംഭവം. അതിൽ എന്താ പറയുക, ഒരു സീരിയൽ കില്ലറൊക്കെ വരുന്നുണ്ട്. സീരിയൽ കില്ലർ സംഭവം തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ എന്നാലും ആ സീരിയൽ കില്ലിങ് സംഭവങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഒന്നുകൂടി സെറ്റപ്പായി കാണിച്ചിരുന്നെങ്കിൽ അതൊക്കെ അതുപോലുള്ള കുറേ സംഭവങ്ങൾ അവർ ഒഴിവാക്കി എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിലെ ഒരു ലോ ബഡ്ജറ്റ് മൂവി ആണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഒഴിവാക്കി സംഭവം കൊണ്ടുപോയതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ടെക്നിക്കൽപരമായിട്ട് മ്യൂസിക് ഒന്നുകൂടി നന്നാക്കാമായിരുന്നു തോന്നും. സ്റ്റോറി രസമുണ്ടായിരുന്നു. പക്ഷേ മേക്കിംഗ് ഒന്നുകൂടി നന്നാക്കാമായിരുന്നു. പക്ഷേ എന്നാലും ടോട്ടലി എടുത്ത് നോക്കുകയാണെങ്കിൽ, മൊത്തത്തിൽ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു തവണ കണ്ടു നോക്കാവുന്ന സംഭവങ്ങളൊക്കെ ഈ സിനിമയിലുണ്ടെന്നുള്ളതാണ്. ഏറെ ആക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഈ ഒരു എന്താ പറയുക, സീരിയൽ കില്ലിംഗ് പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ സീരിയൽ കില്ലറെ കാണിക്കുന്നതും അതിൽ വന്ന ട്വിസ്റ്റുകൾ കാര്യങ്ങൾ അതൊക്കെ വളരെ രസകരമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഒരു കാറ്റ് ആൻഡ് മൗസ് ഗെയിമാണ് സിനിമയിൽ പറഞ്ഞു പോകുന്നത്. ഈ വില്ലനും നായികയും തമ്മിലുള്ള ഒരു കാറ്റ് ആൻഡ് മൗസ് ഗെയിം എന്ന് പറയാം. സ്ത്രീ ശാക്തീകരണം, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് എടുത്തു പറയുന്ന ഒരു സംഭവങ്ങളാണ് ഈ സിനിമയിൽ മൊത്തത്തിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. യൂട്യൂബിൽ അവൈലബിൾ ആണ്. തമിഴ് ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആണ്. തമിഴ് ഡബ്ബിംഗ് ഒന്നും മോശമില്ലാത്ത രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രക്ഷണ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നമുക്ക് അതിനോടകം തന്നെ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും